നമസ്കാരം. ഇത് ശരിക്കും പുതുവർഷം സമാധാനത്തോടെ ശ്വസിക്കാൻ സാധിക്കുന്നു. ഇന്നലെ സുപ്രീം കോടതിയുടെ നിർണായകമായ വിധി വന്നപ്പോൾ നീതിക്കായി പോരാടിയ ബിൽക്കിസ് ബാനു പറഞ്ഞ വാക്കുകളാണിത്. എന്തായാലും നിർണായകമായ വിധി തന്നെയായിരുന്നു അത്. എന്തായാലും 11 ബിൽക്കിസ് ബാനു കേസിലെ 11 കുറ്റവാളികളും വീണ്ടും ജയിലിലേക്ക് പോവുകയാണ്. ആ വിധി സുപ്രീം കോടതി റദ്ദാക്കി എന്നുള്ള നിർണായകമായ വിധി വന്ന ദിവസമായിരുന്നു ഇന്നലെ. അതോടൊപ്പം തന്നെ നമ്മളെയൊക്കെ സംബന്ധിച്ച് ഇന്നലെ ഏറെ സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു. 5 കലയുടെ രാപ്പകലുകൾക്ക് ശേഷം സ്വർണ്ണ കിരീടം 23 വർഷങ്ങൾക്ക് ശേഷം, അതാണ് ഏറ്റവും പ്രധാനം. 23 വർഷങ്ങൾക്ക് ശേഷം കണ്ണൂരിലേക്ക് പോവുകയാണ്. മമ്മൂട്ടിയുടെ വാക്കുകൾ കടമെടുത്താൽ കണ്ണൂർ സ്ക്വാഡ് തന്നെയായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടത്. അങ്ങനെ കലാകിരീടം, കലോത്സവം, കലാരവം ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി വരും വർഷത്തിനായുള്ള കാത്തിരിപ്പാണ്. എന്തായാലും അങ്ങനെ ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഒക്കെയുള്ളൊരു ദിവസമാണ് ഇന്നും. നമുക്ക് ആ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ വരാം. സ്വാഗതം ചെയ്യുകയാണ് എല്ലാ പ്രേക്ഷകരെയും പ്രഭാത കേരളത്തിലേക്ക്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കേരളത്തിൽ ഇടുക്കിയിൽ ഇന്ന് ഹർത്താലാണ്. നമുക്ക് ആദ്യം ഇടുക്കിയിലേക്ക് പോകണം. എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്താണ് അവിടുത്തെ സ്ഥിതി വിവരങ്ങളെന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും LDF ആഹ്വാനം ചെയ്ത ഹർത്താലാണ് ഇടുക്കി ജില്ലയിൽ ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. നിയമസഭ പാസാക്കിയ ഭൂപതിവ് നിയമഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നിലപാടിനെതിരെയാണ് പ്രതിഷേധം. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ ജില്ലയിലെത്താനിരിക്കെയാണ് ഹർത്താൽ. ഗവർണർക്കെതിരെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്ന്, തൊടുപുഴയിൽ നിന്ന് സാഗർ നമുക്കൊപ്പം ചേരും. സാഗർ, എന്തായാലും ഗവർണർ സർക്കാർ പോരാ ഒരു സ്ഥലത്ത് മുറുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ചും ഗവർണർ ഇന്ന് അവിടെ എത്തുന്ന സാഹചര്യത്തിൽ LDF ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ ചോദിക്കട്ടെ, ഹർത്താൽ തുടങ്ങിയോ? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഭവ്യ, ഇന്ന് രാവിലെ 6 മണി മുതലാണ് ഇടുക്കി ജില്ലയിൽ LDF ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ മുതൽ തന്നെ ഹർത്താൽ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ രാവിലെ അതിനെ തന്നെ ആളുകളൊന്നും നിരത്തിലിറങ്ങി തുടങ്ങിയിട്ടില്ല. വരും മണിക്കൂറുകളിലാവും ഹർത്താൽ പൂർണ്ണ തോതിലേക്ക് എത്തുക. വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ കടകൾ അടച്ച് സഹകരിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ LDF നേതൃത്വത്തിൽ ഇന്ന് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. ഈ ജില്ലയിലെ ഭൂനിയമതി ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് LDF മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെ ഗവർണർ ഇടുക്കി ജില്ലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ ഇന്നത്തെ ഹർത്താലിനൊരു ആധാരം. ഇന്ന് ഗവർണർ എത്തുന്ന പരിപാടി ഉൾപ്പെടെ മാറ്റിവെക്കുവാൻ LDF നേതാക്കൾ വ്യാപാരി വ്യവസായികളോട് ആവശ്യപ്പെട്ടിരുന്നു. വ്യാപാരി വ്യവസായികളാണ് ഇത്തരത്തിലൊരു പരിപാടി ഇന്ന് തൊടുപുഴയിൽ ഒരു കുടുംബ സഹായ നിധി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ പങ്കെടുക്കുവാനാണ് ഗവർണർ എത്തുക. ഈ പരിപാടി ഉൾപ്പെടെ മാറ്റിവെക്കുവാൻ LDF നേതാക്കൾ അഭ്യർത്ഥിച്ചിരുന്നെങ്കിലും പരിപാടിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യാപാരികൾ അറിയിക്കുകയായിരുന്നു. അപ്പോൾ രാജ്ഭവനിലേക്ക് മാർച്ച് നടക്കുന്ന ആ ഒരു ദിവസം തന്നെ ഗവർണർ ഇടുക്കി ജില്ലയിലേക്ക് എത്തുന്നതിന്റെ ഒരു ഫലമായാണ് ഇത്തരത്തിലൊരു ഹർത്താൽ LDF പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി ജനതയെ സംബന്ധിച്ചിടത്തോളം ഭൂനിയമ പതിവ് ഭേദഗതി എന്നത് അവരുടെ എക്കാലത്തെയും ഒരു ആവശ്യമാണ്. നിർമ്മാണ നിരോധനങ്ങൾ ഇടുക്കിയുടെ വികസന പ്രവർത്തനങ്ങളെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അത് മറികടക്കുന്നതിനാണ് ഭൂപതിവ് നിയമം നിയമസഭ പാസാക്കിയത്. പക്ഷെ ആ നിയമത്തിൽ ഒപ്പിടാത്ത ഗവർണർക്കെതിരെ പ്രതിഷേധം നടക്കുമ്പോൾ, രാജ്ഭവനിലേക്ക് ഇത്തരത്തിലൊരു മാർച്ച് LDF നേതൃത്വത്തിൽ നടത്തുമ്പോൾ ഗവർണറെ തൊടുപുഴയ്ക്ക് വിളിച്ചു വരുത്തി പരിപാടിയിൽ പങ്കെടുപ്പിക്കാനുള്ള വ്യാപാരി വ്യവസായികളുടെ തീരുമാനം, അതുപോലെ തന്നെ സമരം നടക്കുന്ന അന്ന് തന്നെ
ഇടുക്കി ജില്ലയിലേക്ക് വരുവാനുള്ള ഗവർണറുടെ തീരുമാനം, ഇതിലൊക്കെ പ്രതിഷേധിച്ചാണ് ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇപ്പോൾ ഹർത്താൽ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ ഗവർണർ എത്തുന്നത് കാരണം വൻ ഒരു പോലീസ് സുരക്ഷയും ഗവർണർക്ക് ഒരുക്കിയിട്ടുണ്ട്. കാരണം ഔദ്യോഗികമായി LDF നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടില്ലെങ്കിലും DYFI SFI പോലുള്ള സംഘടന നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഗവർണർ എത്തുന്നിടങ്ങളെല്ലാം തന്നെ കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ നടന്നിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെയും പ്രതിഷേധം ഉണ്ടാകുമെന്നൊരു കാരണത്താൽ തന്നെ വൻ പോലീസ് സുരക്ഷയും രാവിലെ മുതൽ ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ ഗവർണർ പങ്കെടുക്കുന്ന സ്ഥലത്ത് ഉൾപ്പെടെ പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യാപാരികളും ഇടുക്കി ജില്ലാ പോലീസ് മേധാവി സാഗർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടുക്കി നേതൃത്വം കൃത്യമായി പറയുന്നുണ്ട് ഗവർണറെ ഞങ്ങൾ തടയില്ല എന്ന്. പക്ഷേ അതേ സാഹചര്യത്തിൽ കരിങ്കൊടി കാണിക്കുമെന്ന് SFI പറഞ്ഞൊരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാധ്യതകൾ എത്രമാത്രമുണ്ട്? പോലീസിന്റെ ഒരു സുരക്ഷ ഏതു വിധത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്, പ്രത്യേകിച്ചും ഗവർണർ എത്തുന്ന സാഹചര്യത്തിൽ? ഗവർണർ എത്തുന്ന സാഹചര്യത്തിൽ തീർച്ചയായും വമ്പിച്ച പോലീസ് സുരക്ഷ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഗവർണർ പരിപാടിയിൽ പങ്കെടുക്കുന്ന മർച്ചന്റ് ട്രസ്റ്റ് ഹാളിന് സമീപവും അതിന്റെ പരിസര പ്രദേശങ്ങളുമായി പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്നലെ CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഹർത്താലിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് കടക്കുകയില്ല, ഹർത്താൽ പൂർണ്ണമായും സമാധാനപരമായിരിക്കും. എന്നാൽ ഗവർണർക്കെതിരെയുള്ള സമരം തീർച്ചയായും നടത്തും എന്ന് തന്നെയാണ് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി ഇന്നലെ അറിയിച്ചത്. അവർ ഗവർണറോട് എതിരെയുള്ള ഒരു സമരമാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അല്ലാതെ ഹർത്താൽ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നൊരു കാര്യമല്ല സ്വീകരിച്ചിരിക്കുന്നത്. അതിനകത്ത് തന്നെ ഗവർണർക്കെതിരെയുള്ള സമര പരിപാടികൾ ശക്തമായി തന്നെ തുടരും. അതുപോലെ തന്നെ SFI നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് കരിങ്കൊടി പ്രതിഷേധങ്ങൾ പലയിടത്തും ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ രാവിലെ 9 മണിയോടുകൂടി തൊടുപുഴയിൽ പ്രകടനം LDF നേതൃത്വത്തിൽ പ്രകടനം ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് പലയിടത്തും പന്തംകൊളുത്തി പ്രകടനം ഉൾപ്പെടെയുള്ളവ നടത്തിയിരുന്നു. ഇത്തരത്തിൽ ഈ വ്യാപാരികളുടെ സുരക്ഷയ്ക്ക് ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയോട് കത്ത് കൊടുത്ത് സുരക്ഷയ്ക്ക് പൂർണ്ണമായും പോലീസുകാരെ വിന്യസിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കനത്ത പോലീസ് സുരക്ഷയിൽ തന്നെയായിരിക്കും പരിപാടി നടക്കുക. എറണാകുളം ജില്ലാ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം ആയതിനാൽ തന്നെ അവിടെ നിന്ന് 3 കിലോമീറ്റർ ഉള്ളിലാണ് ഈ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി നടക്കുക. ആ 3 കിലോമീറ്റർ ചുറ്റളവിൽ കനത്ത പോലീസ് സുരക്ഷ തന്നെ ഇന്ന് രാവിലെ മുതൽ നമുക്ക് ഇവിടെ കാണാനാവും. ഗവർണർ പങ്കെടുക്കുന്ന സ്ഥലത്തും ഗവർണർ വന്നു പോകുന്ന വഴിയിലുമെല്ലാം തന്നെ കനത്ത പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാലും കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ തന്നെ ഉണ്ടാകുമെന്ന് SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. സാഗർ, ഒരു കാര്യം കൂടി, ഈ ബില്ലിൽ ഒപ്പിടാത്തതിന് കാരണം, ഈ ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്തതിന് കാരണം സർക്കാരിന്റെ നയങ്ങളാണ്, അല്ലെങ്കിൽ സർക്കാരാണതിന് കാരണമെന്ന് ഇന്നലെ തിരുവനന്തപുരത്ത് ഗവർണർ പറയുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഇന്ന് പ്രത്യേകിച്ചും ഹർത്താൽ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ, പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഗവർണർ ഇടുക്കിയിൽ ഇത് സംബന്ധിച്ചൊരു പ്രതികരണം നടത്താനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? തീർച്ചയായും ഗവർണർ ഇക്കാര്യത്തിൽ പ്രതികരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നലെ എല്ലാം തന്നെ ഗവർണർ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടെടുത്തു. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കുറവ് കൊണ്ടാണ് ഈ ബില്ലിൽ ഒപ്പിടാത്തതെന്നാണ് ഗവർണർ പറഞ്ഞു വെച്ചത്. പലതവണ ഓർമ്മക്കുറിപ്പ് പോലും സർക്കാരിന് അയച്ചു, അതിലൊന്നും മറുപടി തനിക്ക് ലഭിച്ചിട്ടില്ല. അക്കാരണത്താലാണ് ഈ ബില്ലിൽ ഒപ്പുവെക്കാത്തതെന്നാണ് ഗവർണർ പറയുന്നത്. എന്നാൽ LDF നേതൃത്വം പറയുന്നത് ഇടുക്കി ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂപതിവ് ഭേദഗതി എന്നത് വർഷങ്ങളായുള്ള കാലങ്ങളായുള്ള പ്രത്യേകിച്ചും മലയോര മേഖലയിലെ ആളുകളുടെ ഒരു ആവശ്യമാണ് ഈ ഭൂപതിവ് ഭേദഗതി എന്നത്. കാരണം ഈ ഭൂപതിവ് ഭേദഗതി വരാത്തതിനാൽ തന്നെ ഹൈറേഞ്ചിലെ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിലെ പല ഭാഗങ്ങളിലും നിർമ്മാണ നിരോധനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കെട്ടിടം പണിയുവാനോ വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള ഒരു നിർമ്മാണം നടത്തുവാനോ ഇവർക്ക് കഴിയുന്നില്ല. ഈ നിർമ്മാണ നിരോധനങ്ങൾ ഇടുക്കിയുടെ വികസന പ്രവർത്തനങ്ങളെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഇടുക്കിയുടെ മലയോര മേഖലയിലാണ് ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണ നിരോധനങ്ങൾ കൂടുതലായി നിലനിൽക്കുന്നത്. അത് മറികടക്കുന്നതിനായി പലതവണ സമരങ്ങളും ഹർത്താലുകളും ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി നടത്തിയിരുന്നു. ഈ നിയമം മറികടക്കുന്നതിനായി തന്നെ കഴിഞ്ഞ കാലത്ത് നിയമസഭ ഈ ഇത്തരത്തിൽ സമ്മേളനം ചേർന്ന് ഭൂപതിവ് നിയമം പാസ്സാക്കിയിരുന്നു. എന്നാൽ ഇത് പാസ്സാക്കുന്നതിനായി ഗവർണർക്ക് നൽകിയപ്പോൾ അത് ഒപ്പിട്ടില്ല എന്നുള്ള ഈ ബില്ല് പാസ്സാക്കിയില്ല എന്ന കാരണത്താലാണ് ഇപ്പോൾ ഗവർണർക്കെതിരെ ഇടുക്കി ജില്ലയിൽ വ്യാപകമായ ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് LDFന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്ക് ഇന്ന് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ മാർച്ചിൽ പങ്കെടുക്കുന്ന അന്ന് തന്നെ ഗവർണർ ഇടുക്കി ജില്ലയിലേക്ക് തന്നെ എത്തി LDF നേതാക്കളെ ആക്ഷേപിക്കുന്നു എന്നുള്ള രീതിയിലാണ് അത്തരത്തിലൊരു കാര്യം വന്നപ്പോഴാണ്
ഇടുക്കി ജില്ലയിൽ ഇന്ന് LDF ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഗവർണർ തൊടുപുഴയിൽ എത്തുമ്പോൾ പ്രതിഷേധങ്ങൾക്കും ഗവർണർ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനും ഉള്ള സാധ്യതയുണ്ട്. എന്തായാലും കനത്ത പോലീസ് സുരക്ഷയിൽ തന്നെയാണ് ഇന്നത്തെ പരിപാടി നടക്കുക എന്ന് വേണം മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ ഹർത്താൽ രാവിലെ 6 മണി മുതൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞ് വരും മണിക്കൂറുകളിൽ വ്യാപാരികൾ ഉൾപ്പെടെ സഹകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഹർത്താലിലും ഏത് രീതിയിലാണോ ഹർത്താലുകളോട് വ്യാപാരികളും പൊതുജനങ്ങളും അവരോട് പെരുമാറുന്നത് അതേ രീതിയിൽ തന്നെ ഇത്തവണയും സഹകരിക്കുമെന്ന് വ്യാപാരികൾ ഇന്നലെ തന്നെ വ്യക്തമാക്കി. ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ച് മേഖലകളിലുള്ളവർ വ്യാപാരികൾ ഇന്നലെ തന്നെ തൊടുപുഴയിലെത്തി മിക്ക ഹോട്ടലുകളിലും റൂം ബുക്ക് ചെയ്ത് അവിടെ തന്നെ താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ എത്തുന്ന സമീപ പ്രദേശങ്ങളിലുള്ളവർ വ്യാപാരികൾ രാവിലെ തന്നെ എത്തും, ഈ പരിപാടിയിലേക്ക് എത്തും. വ്യാപാരികളെ തടഞ്ഞാൽ അത് അംഗീകരിക്കില്ല എന്ന് വ്യാപാരി നേതൃത്വവും വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും ഗവർണറെ തടയുന്ന പോലെ തന്നെ വ്യാപാരികൾ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ വരുന്ന വ്യാപാരികളെ തടഞ്ഞാൽ അതും അംഗീകരിക്കില്ല എന്ന് വ്യാപാരികളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ പരിപാടിക്കോ ഈ വ്യാപാരികൾ നടത്തുന്ന പരിപാടിക്കോ മറ്റ് ഹർത്താലുകളിൽ നിർബന്ധിച്ച് കടയടപ്പിക്കോ ഒന്നും ചെയ്യില്ല എന്ന് LDF നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇവർ ഗവർണർക്കെതിരെ ശക്തമായ സമരം തുടരും. ഇല്ലെങ്കിൽ ഇന്ന് ജില്ലയിലെത്തുന്ന ഗവർണർക്കെതിരെ ശക്തമായ സമരം തന്നെ നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശരി, എന്തായാലും ഇടുക്കിയിൽ ഇന്ന് ഗവർണർ CPM മുഖാമുഖം കാണുമ്പോൾ എന്ത് സംഭവിക്കും, എന്ത് നടക്കുമെന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം മണി MLA അടക്കമുള്ളവർ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ വല്ലയിടത്തും കിടക്കുന്ന വായ്നോക്കിയൊക്കെയാണോ ഗവർണറായി കൊണ്ടുവരുന്നതെന്നുള്ള ചോദ്യങ്ങളടക്കം വിമർശനങ്ങളടക്കം മണി MLAയുടെ ഭാഗത്തുനിന്നുണ്ടായത് നമ്മൾ കണ്ടതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് ഗവർണർ CPM മുഖാമുഖം കാണുമ്പോൾ ഇടുക്കിയിൽ എന്ത് സംഭവിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഗവർണർക്കെതിരെ കർഷക സംഘടനകളുടെ രാജ്ഭവൻ മാർച്ച് ഇന്ന്. ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെയാണ് പ്രതിഷേധം. കേരള കർഷക സംഘം ഉൾപ്പെടെയുള്ള ഇടതു സംഘടനകളാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ സമരം ഉദ്ഘാടനം ചെയ്യും. VV അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. അരുൺ, പ്രത്യേകിച്ചും ഈ രാജ്ഭവൻ മാർച്ച് ഇന്ന് നടക്കുകയാണ്. അതും ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെയായുള്ള പ്രതിഷേധം. ഇതേ സാഹചര്യത്തിൽ ഇടുക്കിയിൽ ഇന്ന് ഹർത്താൽ നടക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ന് രാജ്ഭവനിലേക്ക് ഒരു മാർച്ച് നടക്കുന്നത്. ആ സമയത്ത് ഗവർണർ ഇടുക്കിയിലായിരിക്കും എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് എന്തു പ്രതീക്ഷിക്കണം? ഗവർണർക്കെതിരെയുള്ള CPMന്റെ ഇടതുമുന്നണിയുടെ സമര പരമ്പരയുടെ ഭാഗമാണ് ഇന്നത്തെ മാർച്ചും. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടുക്കി വിഷയത്തിൽ തന്നെ. ഇടുക്കിയിൽ ഹർത്താൽ നടത്തുന്ന ദിവസം തിരുവനന്തപുരത്ത് രാജ്ഭവൻ മാർച്ചും കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ രാജ്ഭവൻ മാർച്ചും നടത്തുകയാണ്. കർഷക സംഘടന CPMന്റെ കർഷക സംഘം ഉൾപ്പെടെയുള്ള ഇടത് ആഭിമുഖ്യമുള്ള കർഷക സംഘടനകളാണ് ഈ മാർച്ചിൽ പങ്കെടുക്കുന്നത്. ഗവർണറുമായുള്ള സർക്കാർ മുന്നണി പോരിന്റെ ഭാഗം തന്നെയാണ് ഇതും. ഇടുക്കി വിഷയത്തിൽ ഗവർണർക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിന് CPM തീരുമാനിച്ചിരുന്നു. ഇതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം ഇടുക്കി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ്. ഭൂപതിവ് ബില്ല് നിയമമായി കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് വലിയ തരത്തിലുള്ള ആശ്വാസം ലഭിക്കും. അതുകൊണ്ട് തന്നെയാണ് അത് ഇത്തരത്തിൽ സർക്കാർ ഒരു തീരുമാനം കൊണ്ടുവരികയും അത് നിയമസഭയിൽ ബില്ല് അവതരിപ്പിച്ച് പാസാക്കി എടുക്കുകയും ചെയ്തു. പക്ഷേ ഗവർണറുടെ അനുമതിയാണ് അതിന് വേണ്ടത്. അത് വൈകുന്നത് രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് CPMന്റെ തീരുമാനം, ഇടതുമുന്നണിയുടെ തീരുമാനം. ഇടുക്കിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആ വിഷയം ശക്തമായി ഉയർന്നു നിൽക്കും. സർക്കാർ എല്ലാം ചെയ്തിട്ടും ഗവർണർ അനുമതി നൽകുന്നില്ല എന്ന പ്രചരണമാണ് ആ വിഷയത്തിൽ CPM നടത്താൻ പോകുന്നത്. അതിന്റെ ഭാഗമാണ് ഇന്ന് രാജ്ഭവനിലേക്ക് ഇടത് കർഷക സംഘടന നടത്തുന്ന മാർച്ച്. അരുൺ, ഈ സർക്കാരുമായുള്ള കടുത്ത പോരിനിടെ തന്നെ ഈ നയപ്രഖ്യാപന പ്രസംഗം അടക്കം നടത്തുമെന്ന് ഗവർണർ വ്യക്തമാക്കിയ സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പോലും വീണ്ടും ഗവർണർക്കെതിരെയുള്ള നീക്കം അത് ഏത് തരത്തിലായിരിക്കും ഗവർണർ എടുക്കാനുള്ള സാധ്യതയുണ്ടാവുക? ഇനി അങ്ങോട്ട് എന്ത് പ്രതീക്ഷിക്കണം? നയപ്രഖ്യാപന പ്രസംഗം നടത്താതെ മാറി നിൽക്കാൻ ഗവർണർ കഴിയില്ല. അത് അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ നടത്തും. പക്ഷേ അതിൽ എന്താണ് സാധാരണ എന്റെ സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ പറയുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ഗവർണറുടെ ഉത്തരവാദിത്തം. പക്ഷേ സ്വാഭാവികമായും നയപ്രഖ്യാപനത്തിൽ ഗവർണർക്കെതിരെ വിമർശനം ഉണ്ടാകാം, കേന്ദ്ര സർക്കാർ വിമർശനം ഉണ്ടാകാം. അത് അദ്ദേഹം അതേപോലെ അവതരിപ്പിക്കാൻ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. ആ ഒരു കാരണം കൊണ്ട് ഗവർണർക്കെതിരെയുള്ള രാഷ്ട്രീയ നീക്കങ്ങളിൽ, രാഷ്ട്രീയ പ്രതിഷേധങ്ങളിൽ പിന്നോട്ട് പോകേണ്ടെന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. അത് ഗവർണറുടെ ഉത്തരവാദിത്തം അദ്ദേഹം നിർവഹിക്കണം. അതിനപ്പുറത്തേക്ക് ഗവർണറുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിന് CPMോ സർക്കാരോ ഈ ഘട്ടത്തിൽ തയ്യാറാകില്ല. അതുകൊണ്ടാണ് ഒരു വശത്ത് നയപ്രഖ്യാപനം നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രതിഷേധം, പ്രതിരോധ നീക്കങ്ങൾ ശക്തമാക്കി സർക്കാരും ഇടതുമുന്നണിയും മുന്നോട്ട് പോകുന്നത്. ശരി.
എന്തായാലും ഗവർണർക്കെതിരെ കർഷക സംഘടനകളുടെ രാജ്ഭവൻ മാർച്ച് ഇന്ന്. ഭൂപതിവ നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെയാണ് പ്രതിഷേധം. കേരള കർഷക സംഘം ഉൾപ്പെടെയുള്ള ഇടതു സംഘടനകളാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. ഇടതുമുന്നണി കൺവീനർ പി ജയരാജനാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. ഇതേ സമയത്ത് തന്നെയാണ് ഇടുക്കിയിൽ നിന്ന് ഹർത്താൽ നടക്കുന്നത്. വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. നമുക്കിനി മറ്റു വാർത്തകളിലേക്ക് പോവാം. നിർമ്മല സീതാരാമനെയോ എസ് ജയശങ്കറെയോ ഇറക്കി തിരുവനന്തപുരം പിടിക്കാൻ BJP. പൊതുസ്വീകാര്യതയുള്ള ദേശീയ നേതാക്കളെ മത്സരിപ്പിച്ചാൽ തരൂരിനെ അട്ടിമറിക്കാമെന്നാണ് BJPയുടെ പ്രതീക്ഷ. CPIയുടെ ആനി രാജ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാകാനും സാധ്യതയുണ്ട്. ഇതോടെ ദേശീയ നേതാക്കളുടെ അപൂർവ മത്സരത്തിനാകും തലസ്ഥാന മണ്ഡലം വേദിയാകുക. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കേരളത്തിൽ BJPക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലമായിരുന്നു തിരുവനന്തപുരം. O രാജഗോപാലിലൂടെയും പിന്നീട് കുമ്മനം രാജശേഖരനിലൂടെയും തിരുവനന്തപുരം പിടിച്ചെടുക്കാമെന്ന് BJP ഒരുപാട് മോഹിച്ചു. പക്ഷേ ശശി തരൂർ എന്ന വൻമരത്തെ മറികടക്കാൻ അവർക്കുമായില്ല. തരൂർ മത്സരിച്ചാൽ ജയപ്രതീക്ഷ വേണ്ടെന്ന് BJPയുടെ സാധാരണ പ്രവർത്തകർ മുതൽ ഉന്നത നേതാക്കൾ വരെ ചിന്തിക്കുന്ന നിലയിലായി കാര്യങ്ങൾ. തിരുവനന്തപുരത്തുകാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും വീണ്ടും തിരുവനന്തപുരത്ത് ജയിക്കുന്നത്. ഇനി അടുത്ത കാലത്തൊന്നും വേറെ ആർക്കെങ്കിലും അവസരം ഉണ്ടാവോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. എന്നാൽ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ചിന്തകൾ വേറെ വഴിയിലാണ് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. നിരന്തരം തലസ്ഥാനത്തെത്തുന്ന 2 കേന്ദ്രമന്ത്രിമാരെ ചുറ്റിപ്പറ്റിയാണ് ചർച്ചകൾ. നിർമ്മല സീതാരാമനും എസ് ജയശങ്കറും. അടിക്കടി തലസ്ഥാനം സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രിമാർ സർക്കാർ പരിപാടികൾക്ക് പുറമെ രാഷ്ട്രീയ പരിപാടികളിലും സജീവമാണ്. മലയാളിയായ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ പേരും അന്തരീക്ഷത്തിലുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അത് തിരുവനന്തപുരത്തോട് ചേർന്ന് കിടക്കുന്ന കന്യാകുമാരിയിലായേക്കുമെന്നും വാർത്തകളുണ്ട്. അങ്ങനെയെങ്കിൽ മോദി പ്രഭാവം തലസ്ഥാനത്തും ഗുണം ചെയ്യുമെന്ന് BJP സ്വപ്നം കാണുന്നു. ഇടതുമുന്നണിയിൽ CPIയുടെ സീറ്റാണ് തിരുവനന്തപുരം. 2005 ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച പന്നിൻ രവീന്ദ്രനാണ് ഇവിടെ അവസാനമായി ജയിച്ച ഇടതു സ്ഥാനാർത്ഥി. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് പിന്നിൽ 3ാം സ്ഥാനത്തായിരുന്നു തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇടതു സ്ഥാനാർത്ഥികൾ. ഇത്തവണ ആ നാണക്കേടിൽ നിന്നെങ്കിലും കരകയറാനാണ് CPIയുടെ ശ്രമം. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനി രാജയെ സ്ഥാനാർത്ഥിയാക്കാനാണ് നീക്കം. അതിലൂടെ ശക്തമായ മത്സരം കാഴ്ചവെക്കാനാകുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. ന്യൂസ് 18 തിരുവനന്തപുരം. എറണാകുളം ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ മരുന്നുക്ഷാമം രൂക്ഷമായതോടെ വലഞ്ഞ രോഗികൾ. പ്രതിദിനം 1000കണക്കിന് രോഗികൾ എത്തുന്ന ആലുവ ജില്ലാ ആശുപത്രിയിൽ പ്രമേഹ രോഗത്തിന്റെ മരുന്ന് പോലും ലഭിക്കുന്നില്ല എന്നാണ് പരാതി. രോഗികൾ സ്വകാര്യ ഫാർമസികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലുമാണ്. കഴിഞ്ഞ മാസം വന്നിട്ട് ഇതേമാരെ പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും. ഷുഗറിന്റെ മരുന്നൊക്കെ ഒരുമാതിരി വിലയുമുണ്ട്. ഇപ്പോൾ മരുന്ന് കിട്ടി 2 എണ്ണം പുറത്തുനിന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇല്ലാത്ത മറ്റത് ഇവിടെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ ഇവിടെ ഇന്നിപ്പോ ഉണ്ടായില്ല, അത് കാരണം പുറത്തുനിന്ന് എഴുതിയതാണ്. സാധാരണക്കാരുടെ ആശ്രയമായ എറണാകുളം ജനറൽ ആശുപത്രിയിലെയും താലൂക്ക് ആശുപത്രിയിലെയും പതിവ് കാഴ്ചയാണിത്. വയോധികരടക്കമുള്ള നിർധനരായ രോഗികളെയാണ് മരുന്ന് ക്ഷാമം ഏറ്റവും കൂടുതൽ വലയ്ക്കുന്നത്. കാരുണ്യ ഫാർമസിയിലടക്കം മരുന്നില്ലെന്നറിയുന്നതോടെ ഇഞ്ചക്ഷനും മരുന്നുകൾക്കുമായി തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറുകൾ കയറിയിറങ്ങുകയാണ് പലരും. ഇവിടെ മരുന്ന് കിട്ടുന്നുള്ള പ്രതീക്ഷ നമ്മൾ വന്നത്. അപ്പൊ ഇവിടെ മരുന്നില്ല, ഇവരെ എഴുതി തരണത് ഇന്ന മരുന്നുള്ളൂ, ബാക്കി പുറത്തുനിന്ന് മേടിച്ചോളാം. നമ്മള് എന്തിനാ സർക്കാർ ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ പുറത്തുനിന്ന് മരുന്ന് മേടിക്കേണ്ട ആവശ്യമുണ്ടോ? ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാർ ഹോസ്പിറ്റൽ അല്ലേ? ഇവിടെ പൈസ വേണ്ടല്ലോ, പുറത്തുനിന്നാവുമ്പോൾ അതിന്റെ ഇരട്ടി പൈസ മിക്കവാറും വാങ്ങേണ്ടി വരും. ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പൈസ ഇല്ലാത്തവരാണല്ലോ കൂടുതലും സർക്കാർ ആശുപത്രികളിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കാൻ വരുമ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ക്യാൻസർ രോഗികൾക്ക് കീമോതെറാപ്പിക്ക് ആവശ്യമായ മരുന്നില്ല. ഇവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കോ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ അയക്കേണ്ട അവസ്ഥയാണ്. കീമോ മരുന്ന് വാങ്ങിയതിൽ ലക്ഷക്കണക്കിന് രൂപയാണ് സഹകരണ മെഡിക്കൽ സ്റ്റോറുകൾക്ക് സർക്കാർ നൽകാനുള്ളത്. തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിലും സ്ഥിതി വ്യത്യസ്തമല്ല. പകർച്ചപ്പനിയും ചുമയുമായി എത്തുന്നവർക്ക് കപ്പ് സിറപ്പ് പോലും ലഭിക്കുന്നില്ല. ഓർഡർ കൊടുത്തിട്ടുണ്ടെന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന മറുപടി. പറവൂർ താലൂക്ക് ആശുപത്രിയിൽ 34 അവശ്യമരുന്നുകളില്ല. കുടുംബാരോഗ്യ കേന്ദ്രത്തിലെയും സ്ഥിതി ഇതുതന്നെ. കിടപ്പ് രോഗികളുടെ ഡയപ്പർ ഉൾപ്പെടെ ലഭിക്കുന്നില്ലെന്നാണ് പരാതി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ നിന്നും മരുന്നെത്താൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ന്യൂസ് 18 കൊച്ചി.
നിർമ്മാണം ആരംഭിച്ച് 5 വർഷം കഴിഞ്ഞിട്ടും ആലുവ KSRTC ബസ് സ്റ്റാൻഡിന് ശാപമോക്ഷമായില്ല. പണി പൂർത്തിയാവാതെ പൊളിച്ചിട്ടിരിക്കുന്നതും ബസ് സ്റ്റാൻഡിൽ ശൌചാലയങ്ങൾ ഇല്ലാത്തതും യാത്രക്കാരെ വലയ്ക്കുകയാണ്. നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന് BJP ആരോപിച്ചു. കഴിഞ്ഞ ഡിസംബർ 1-ന് പണി പൂർത്തിയാകുമെന്നാണ് സ്ഥലം MLA അൻവർ സാദത്തും സർക്കാരും അറിയിച്ചത്. പണി പൂർത്തിയായിട്ടില്ലെന്ന് മാത്രമല്ല, എപ്പോൾ പൂർത്തിയാകുമെന്ന നിശ്ചയവുമില്ല. ബസ് സ്റ്റാൻഡ് പുതുക്കി നിർമ്മിക്കാൻ 12 കോടി രൂപയാണ് അനുവദിച്ചത്. പഴയ കെട്ടിടം പൊളിച്ചു നീക്കി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനും ബസ്സുകൾ നിർത്തിയിടുന്ന ഇടങ്ങളിൽ ഇന്റർലോക്ക് പാകുന്നതടക്കമുള്ള പ്രവർത്തികളാണ് നടപ്പാക്കേണ്ടത്. നിർമ്മാണം തുടങ്ങി 5 വർഷമാകുമ്പോഴും ബസ് സ്റ്റാൻഡ് പ്രവർത്തനയോഗ്യമായിട്ടില്ല. യാത്രക്കാർക്ക് സുരക്ഷിതമായി ബസ് കാത്തു നിൽക്കുവാനോ ബസ്സുകൾ പാർക്ക് ചെയ്യാനോ ആകാത്ത സ്ഥിതിയാണ്. ഒരു യാത്രക്കാരെന്നുള്ള രീതിയിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു അസ്വസ്ഥത, അത് നമുക്ക് വിവരിക്കാൻ കഴിയുന്നതിലപ്പുറമാണ്. അത്ര ബുദ്ധിമുട്ട്. എങ്ങനെയെങ്കിലും ഇത് ഒഴിവായി കിട്ടണം, ഇവിടുന്ന് വേറെ എന്തെങ്കിലും മാർഗ്ഗം ഉപയോഗിച്ച് എറണാകുളത്ത് എത്തണം എന്നൊരു ആഗ്രഹത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഇവിടെ അത്ര ഒരു അസ്വസ്ഥതയാണ് കിട്ടുന്നത്. യാതൊരു സൗകര്യങ്ങളും കിട്ടുന്നില്ല, നടക്കാൻ സൗകര്യമില്ല. ഏതാനും പേര്, ഒരു 10-50 പേർക്ക് മാത്രം നിൽക്കാൻ സൗകര്യമുള്ള ഒരു ഷെഡാണ്, വെയിറ്റിംഗ് ഷെഡാണ് മുന്നിലുള്ള. അപ്പോൾ ഒന്ന് നിൽക്കാനുള്ള സൗകര്യം കിട്ടില്ല വെയിൽ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ വളരെ അസ്വസ്ഥമാണ് ഈ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് പറയുമ്പോൾ. കാരണം ആലുവയുടെ അഭിമാനമായിരുന്നു ഒരു കാലത്ത് ആലുവ KSRTC ബസ് സ്റ്റാൻഡിന്. ഇന്ന് ഈ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തികച്ചും ആലുവയ്ക്ക് ഒരു ഭൂഷണമല്ല. നിർമ്മാണത്തിലെ അനാസ്ഥയും അഴിമതിയും സംബന്ധിച്ച ഉന്നത അന്വേഷണം ആവശ്യപ്പെട്ട ഉപവാസ സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ് BJP. സമരം ചെയ്താൽ ജനങ്ങൾ ശ്രദ്ധിക്കും. MLAയും ഇവിടുത്തെ KSRTCയിലെ ഉദ്യോഗസ്ഥന്മാരും ചേർന്നുകൊണ്ടുള്ള ഒത്തുകളി അവർ അത് പുറത്തു പറയുകയാണ്. ഞങ്ങൾ ഇവിടെ സമരം ചെയ്യാൻ പാടില്ല, അനുമതി നിഷേധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ നിഷേധാത്മക നിലപാടുകൾ ഞങ്ങൾ പരിഗണിക്കാതെ ഈ വെയിലത്ത് ഈ കത്തി ഒലിക്കുന്ന ഈ ടാറിന് മുകളിൽ ഞങ്ങൾ ഇന്ന് ഒരു ദിവസത്തോളം ഞങ്ങളിവിടെ മണ്ഡലം അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇത് ടോക്കൺ സമരമാണെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഇവിടെ എത്തുന്ന യാത്രക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുവാനും സൗകര്യമില്ല. പല ദീർഘദൂര ബസ്സുകളും സ്റ്റാൻഡിൽ കയറാതെ പോകുന്നതും പതിവായിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. അയോധ്യ ഒരുങ്ങുന്നു. പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി അയോധ്യയെ ഹരിതാഭമാക്കുകയാണ് അധികൃതർ. നഗരത്തിൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്ന നടപടികൾ അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ തകൃതിയായി നടക്കുകയാണ്. ചെടികളും മരങ്ങളും വെച്ചുപിടിപ്പിച്ച് അയോധ്യയെ ഹരിതാഭമാക്കാനുള്ള തിരക്കിട്ട നീക്കമാണ് നഗരത്തിൽ നടക്കുന്നത്. ഏതെങ്കിലും ചെടികളല്ല, രാമായണ യുഗത്തിലെ മരങ്ങളും വംശനാശ ഭീഷണി നേരിടുന്ന ചെടികളുമാണ് ഈ നിരത്തുകളിൽ തണൽ വിരിക്കുക. 50,000 ചെടികൾക്കുള്ള ഓർഡറാണ് അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി നൽകിയിരിക്കുന്നത്. കുറേ സ്ഥലങ്ങളിൽ നട്ടുകഴിഞ്ഞു, ബാക്കി ചെടികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. രാമായണത്തിൽ പരാമർശിച്ചിട്ടുള്ള ചെടികൾക്കാണ് പ്രാമുഖ്യം നൽകുന്നതെന്ന് അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാൻ വിശാൽ സിംഗ് പറയുന്നു. പച്ചപ്പിനപ്പുറം നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണം ലക്ഷ്യമിട്ട് ഹോർട്ടിക്കൾച്ചർ പുഷ്പച്ചെടികളും വെച്ചുപിടിപ്പിക്കുമെന്നും വിശാൽ സിംഗ് പറയുന്നു. अभी इन्होंने 2 साइडें हमें दी हैं. एक रामपथ दिया है जिसकी लंबाई लगभग 3 किलोमीटर से ज़्यादा है. इसके बाद जैसे काम खत्म होगा धर्मपथ का काम शुरू कर दिया जाएगा. सब कलर वाइज हैं, मिक्स कलर नहीं है. वाइट है, ऑरेंज है, पिंक है, पर्पल है, अलग अलग पैचेस में पौधे लगाए जा रहे हैं. जब इनमें फूल आएगा ना तो पूरा सड़क रंगीन दिखेगी. ये തംസ നദിക്കര ഉൾപ്പെടെയുള്ള പ്രധാന തീർത്ഥാടക കേന്ദ്രങ്ങളിൽ നേരത്തെ തന്നെ രാമായണത്തിൽ പരാമർശിക്കപ്പെട്ട മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ വനംവകുപ്പ് നടപടികൾ ആരംഭിച്ചിരുന്നു. ദേവദാരു, അശോകം, പാരിജാതം തുടങ്ങിയ മരങ്ങളാണ് ഇങ്ങനെ വെച്ചുപിടിപ്പിച്ചിട്ടുള്ളത്. 22-ന് നടക്കുന്ന ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള നഗര സൗന്ദര്യവൽക്കരണ നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കേരള ലളിതകലാ അക്കാദമിയും റിസ്ക് ആൻഡ് ഇനീഷ്യേറ്റീവും കൈകോർക്കുന്നു. ലളിതകലാ അക്കാദമിക്ക് കീഴിലെ കലാകാരന്മാർക്ക് ഇനി അബുദാബിയിലും പ്രദർശനം നടത്താം. കൊച്ചി ഗ്രാൻഡ് ഹയാത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ റായ് ക്രിയേറ്റീവ് ഡയറക്ടർ മീന വാരിയും അക്കാദമി സെക്രട്ടറി എൻ ബാലമുരളിയും ചേർന്ന് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കലകളുടെയും കലാകാരന്മാരുടെയും ഉന്നമനത്തിനു വേണ്ടി അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് റിസ്ക് ആർട്ട് ഇനിഷ്യേറ്റീവ്.
കേരളത്തിലെ കലാകാരന്മാരുടെ സൃഷ്ടികൾ ലോകത്തെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റായ് കേരള ലളിതകലാ അക്കാദമിയുമായി കൈകോർക്കുന്നത്. അബുദാബിയിലെ കലാസൃഷ്ടികൾ കേരളത്തിലും പ്രദർശിപ്പിക്കും. അക്കാദമിയുടെ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച റിസ്ക് ആർട്ട് ഇനിഷ്യേറ്റീവ് ഫൗണ്ടറും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഷഫീന യൂസഫലി. I was telling him ഇതാണ് എൻ്റെ സ്വപ്നം, ഇങ്ങനെയാണ് എൻ്റെ ഐഡിയാസ്. അപ്പോൾ വിവേക് പറഞ്ഞു, യു നോ ഹൂ ഐ തിങ്ക് യു ഷുഡ് മീറ്റ് മൈ വൈഫ് എന്ന് പറഞ്ഞ ഒരു കോൺവെർസേഷനിൽ നിന്നാണ് റായ് തുടങ്ങിയത്. അങ്ങനെ ആ എക്സിബിഷനിൽ തന്നെ വിവേക് മീനാനെ കൊണ്ടുവന്നു. ഞങ്ങൾ സംസാരിച്ചു, മണിക്കൂറോളം സംസാരിച്ചു. അതിൽ നിന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ദാറ്റ് സംതിങ് ലൈക്ക് ദിസ്, എ ഡ്രീം ലൈക്ക് ദിസ് ഇസ് പോസിബിൾ. ആ ഒരു ഐഡിയ നിന്നാണ് റായ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയത്. പ്രശസ്ത കലാകാരനായ ആറ്റിങ്ങൽ രാമചന്ദ്രന്റെ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അബുദാബി കേരള സംരംഭത്തിന് തുടക്കമായത്. പുരോഗമന ചിന്താഗതിയും പരിചയസമ്പത്തുമുള്ള സ്ഥാപനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് പറഞ്ഞു. AI എത്രമാത്രം മുന്നോട്ട് പോകുന്നോ അത്രമാത്രം ചാലഞ്ചസ് ആർട്ടിന് കാഴ്ചവെക്കാൻ കഴിയും. കാരണം ഇമാജിനേഷൻ, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, അതേപോലെ തന്നെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഈ 3 ഘടകങ്ങളും ആർട്ടിന് മാത്രമാണ് ജെനുവിൻലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്, എഡ്യൂക്കേഷനിൽ പ്രത്യേകിച്ചും. അതുകൊണ്ട് തന്നെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള, ക്രിട്ടിക്കലി തിങ്ക് ചെയ്യുന്ന ഒരു സമൂഹം ആർട്ടിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. കേരളത്തിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ റായ് നൽകുന്ന 2 ലക്ഷം രൂപയുടെ ഫെലോഷിപ്പ് കലാകാരന്മാരായ മിബിൻ ഭാസ്കർ, മുഹമ്മദ് യാസിർ എന്നിവർക്ക് കൈമാറി. ന്യൂസ് 18 കൊച്ചി. തിരിച്ചെത്താം വളരെ വേഗം ഇടവേളയ്ക്ക് ശേഷം. പഴയതെല്ലാം മറന്നിക്കും. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇനി ശബരിമലയിലേക്കാണ് പോകുന്നത്. ശബരിമലയിൽ മകരവിളക്കിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായിട്ടുണ്ട്. ഇനി ഏകദേശം 15-നാണ്, ജനുവരി 15-നാണ് മകരവിളക്കിന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും ശബരിമലയിൽ ഇപ്പോഴും തിരക്ക് തുടരുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നലെ 18-ാം പടി കയറിയ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ് വന്നുവെന്നാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. 92,000 പേരാണ് ഇന്നലെ 18-ാം പടി കയറിയത്. സജീവ് സി വാര്യർ സന്നിധാനത്തുണ്ട്, അവിടുന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കും. സജീവ്, വെരി ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ ചോദിക്കട്ടെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സന്നിധാനത്താണ്, എങ്ങനെയുണ്ട് അവിടെ ആകെ? ഭവ്യ, ഗുഡ് മോർണിംഗ്. സന്നിധാനത്ത് തിരക്ക് തുടരുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരു ലക്ഷത്തിലേറെ പേർ 18-ാം പടി ചവിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ മാത്രം 92,000 എന്ന രീതിയിൽ അത് കുറഞ്ഞു. അതിൻ്റെ പ്രതിഫലനം ഇന്നും കാണാനുണ്ട്. കാരണം ഇന്നലെ രാവിലെ മുതൽ വന്ന തീർത്ഥാടകർ ഇന്നും ഇവിടെ തുടരുന്നൊരു സാഹചര്യമുണ്ട്. ഇന്നാണ് അവർ സന്നിധാനത്ത് എത്തുന്നത്. കുഞ്ഞുകുട്ടികളുമായിട്ടൊക്കെ വന്ന ആളുകൾ തന്നെ ഇപ്പോൾ സന്നിധാനത്തെത്താൻ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട സാഹചര്യമുണ്ട്. ദിവാകരൻ. ഇന്നലെ 9 മണിയാകുമ്പോൾ രാവിലെ, രാത്രി 10 മണി, ഇവിടെ എത്തുമ്പോൾ 11 മണി. ദർശനം കിട്ടിയില്ല, ഹരിവരാസനമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ട് ഇപ്പോൾ ദർശനത്തിന് വന്നു. നടയടച്ചു. കാലത്ത് 9 മണിക്ക് വന്നവരവർ. അപ്പോൾ ഹരിവരാസനം കഴിഞ്ഞിട്ട് 18-ാം പടി മാത്രം കയറി ദർശനം കിട്ടാതെ ഇതെപ്പോഴാണ് അവർ കാണുന്നത്. ഒരു 20 മണിക്കൂറിൻ്റെ അടുത്ത് കുട്ടിയും വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. വേണ്ടത്ര സൗകര്യങ്ങളും ഇവിടെ ഇല്ല. സത്യം പറഞ്ഞാൽ അതാ സിസ്റ്റം എന്തോ ഒരു പ്രശ്നം പോലെ. ഇത്രയും വർഷം വന്നിട്ട് ഞങ്ങൾ ഇതിനേക്കാളും ജനങ്ങളെ കണ്ടിട്ടുണ്ട്, പക്ഷെ എന്തോ ഒരു പന്തികേട്, എവിടെയാ ഒരു മിസ്റ്റേക്ക് പോലെ തോന്നുക. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. മലയാളികൾ തന്നെ, തമിഴന്മാരും മറ്റ് തമിഴ്നാട്ടിൽ നിന്ന് വന്നവരും തെലങ്കാനയിൽ നിന്ന് വന്നവരുമായിട്ടുള്ള, കർണാടകയിൽ നിന്നുള്ള തീർത്ഥാടകരെല്ലാം തന്നെ ഇത്തരത്തിൽ പ്രതികരിക്കുന്നുണ്ട്. അവർക്ക് സ്വാഭാവികമായും വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ചില വീഴ്ചകളുണ്ടായി എന്ന ആരോപണം ഉയർന്നിരുന്നു. നേരത്തെ നമ്മൾ മണ്ഡലകാലത്ത് കണ്ടതാണ്, പോലീസ് വേണ്ട രീതിയിൽ ആളുകളെ കയറ്റിവിടാത്തതുകൊണ്ട് തിരക്കായി, റോഡുകൾ, ട്രാഫിക്കെല്ലാം സ്തംഭിക്കുന്ന ഒരു സാഹചര്യം വരികയൊക്കെ ഉണ്ടായി. എന്നാൽ ഇപ്പോൾ അത്തരമൊരു സാഹചര്യമില്ല. എന്നാൽ പമ്പയിൽ നിന്ന് ഇന്നലെ രാവിലെ കയറിയ തീർത്ഥാടകർക്ക് 11 മണിയാകുമ്പോഴും എത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം പല സെഗ്മെൻ്റായി തിരിച്ച് ഓരോ സ്ഥലത്തും ആളുകളെ തടഞ്ഞിടുന്ന ഒരു രീതിയാണ് അവലംബിച്ചത്. കഴിഞ്ഞ ദിവസം മിനിയാന്ന് ഒരു കർണാടകയിൽ നിന്നുള്ള രാജേഷ് എന്ന തീർത്ഥാടകൻ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തെ പോലീസ് അടിച്ചു, 18-ാം പടിയിൽ വെച്ച് അടിച്ചു എന്നതായിരുന്നു ആരോപണം.
അതിനെ തുടർന്ന് അദ്ദേഹം പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് പോലീസ് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ മാറ്റുകയും അവർ ഇന്നലെ ഈ തീർത്ഥാടകരെ വലിച്ചു കയറ്റുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ സഹായം നൽകുന്ന ഒരു രീതി യിൽ നിന്ന് മാറ്റം ഉണ്ടാവുകയും ചെയ്തു. ഇന്നലെയെല്ലാം ആളുകളെ 18-ാം പടി കയറിയത് സ്വന്തമായി തന്നെയാണ്. അതുകൊണ്ട് തന്നെ മൊത്തത്തിലുള്ള ഒരു പ്രവാഹം എന്നത് വലിയ തോതിൽ തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടാണ് തുടർന്നത്. ആ സാഹചര്യം ഇന്നലെയും ഉണ്ടായിരുന്നു. ഇന്നും അതിൻ്റെ പ്രതിഫലനം കാണാനുണ്ട്. വരും ദിവസങ്ങളിൽ മകരവിളക്ക് ഉത്സവമാണ്. അതുകൊണ്ട് മകരവിളക്ക് ഉത്സവ സമയത്തേക്കുള്ള നിയന്ത്രണങ്ങൾ വരുന്നതിന് മുന്നോടിയായി ഈ തിരക്ക് തുടർന്നാൽ എന്താകും സ്ഥിതി എന്ന് വ്യക്തമല്ല. ആ തരത്തിലുള്ള ആശങ്കകളുണ്ട്. ഇക്കാര്യത്തിൽ അധികൃതർ മുമ്പ് ഉണ്ടായിരുന്ന പ്രതിസന്ധി സമയത്തെല്ലാം തന്നെ ചെയ്തതുപോലെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തും, തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചേട്ടാ നമ്മൾ മലേഷ്യ Pulmedi we start earlier about how many times? How many? This is the second year we are coming down from Pulmedi. This is the second year because we heard that lot of crowd in Pamba, so we divert the route from Pamba and then we come from Pulmedi. We are coming from Malaysia. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ കൂടിയുണ്ട്. അവർ പറയുന്നത് പമ്പയിൽ വലിയ തോതിലുള്ള തിരക്ക് ഉണ്ടായി എന്ന് അറിഞ്ഞതിനെ തുടർന്ന് അവർ പുൽമേട് വഴി യാത്ര മാറ്റിവിടുകയായിരുന്നു. ആ തരത്തിൽ വീണ്ടും കറങ്ങി വന്നാണ് അവർ ഇന്ന് രാവിലെ ഇവിടെ എത്തിയത്. അവർ ഇന്നലെ പമ്പയിലെത്തിയ ആളുകൾ വീണ്ടും പുൽമേട് വഴി തിരിഞ്ഞ് വന്നാണ് ഇവിടെ ദർശനം നടത്താൻ എത്തിയത്. ഈ സാഹചര്യമുണ്ട്. കാരണം പമ്പയിൽ നിന്നുള്ള തിരക്ക് വലിയ തോതിൽ വന്നത് തന്നെയാണ് പ്രശ്നം. അത് സെഗ്മെൻ്റായി തിരിച്ച് ഓരോ ഏരിയയിലും മരക്കൂട്ടം, അതുപോലെ അപ്പാച്ചിമേട്, ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നീലിമല കഴിഞ്ഞാൽ പിന്നീട് ഇതുപോലുള്ള പമ്പയിലും പമ്പയിൽ കഴിഞ്ഞാൽ പിന്നീട് അപ്പാച്ചിമേടും മരക്കൂട്ടവും എല്ലാം തന്നെ തടസ്സമുണ്ട്. മരക്കൂട്ടം കഴിഞ്ഞ് ഇങ്ങോട്ട് വരാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. വളരെ പല സെഗ്മെൻ്റായി മാറ്റിയാണ് ആളുകളെ കടത്തിവിടുന്നത്. ഓരോ സെഗ്മെൻറ്റിലും ഒരു 2000 പേരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. സജീവ്, അതായത് ഇപ്പോഴും വലിയ തിരക്ക് തന്നെയാണ് ശബരിമലയിൽ തുടരുന്നതെന്ന് മനസ്സിലാക്കണം അല്ലെ? മണിക്കൂറുകൾ കാത്തു നിന്നിട്ടാണ് ദർശനം സാധ്യമാകുന്നതല്ലേ? നിലവിലൊരു സാഹചര്യം അങ്ങനെയാണല്ലേ? അതേ സാഹചര്യമാണ്. എന്നാൽ അരവണ വിതരണത്തിന് പ്രതിസന്ധി പരിഹരിച്ചു. അത്തരത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും മകരവിളക്കുത്സവം വരുന്ന സാഹചര്യത്തിൽ 10-ാം തീയതി നിയന്ത്രണം വരുന്ന സാഹചര്യത്തിലേക്ക് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഒരു തീർത്ഥാടന കാലത്ത് ഇത് സംഭവ്യവുമാണ്, സാധാരണ രീതിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യാശ ഇപ്പോഴും തുടരാം. എല്ലാവർക്കും എത്തി നല്ല രീതിയിൽ ദർശനം നടത്തി മടങ്ങാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. സജീവ്, ഒരു കാര്യം കൂടി, ഈ ശബരിമലയിൽ മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ ഏത് വിധത്തിലാണ്? അതോടൊപ്പം തന്നെ പറയട്ടെ, ഈ KSRTCയെ സംബന്ധിച്ച് 800-ലധികം ബസ്സുകൾ ഈ സമയത്ത് ശബരിമലയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ഒരുക്കുമെന്നാണ് പുതിയ ഗതാഗത മന്ത്രിയൊക്കെ പറഞ്ഞത്. അതൊക്കെ വലിയൊരു സഹായമായിരിക്കും അല്ലേ നിലവിലൊരു സാഹചര്യത്തിൽ? അതെ, ഗതാഗത മന്ത്രി പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും പല സ്റ്റേഷനുകളിൽ കയറി നിറഞ്ഞ ബസ്സിലുള്ള ആളുകളെ തന്നെ വീണ്ടും സ്റ്റേഷനുകളിൽ കയറ്റുന്ന ഒരു സാഹചര്യമില്ലാമുണ്ട്. അതെല്ലാം ഒഴിവാക്കി പെട്ടെന്ന് ആളുകളെ പമ്പയിൽ എത്തിക്കുന്നൊരു സമീപനം KSRTC സ്വീകരിക്കണമെന്ന നിർദ്ദേശമെല്ലാം നൽകിയിട്ടുണ്ട്. കൂടുതൽ ബസ്സുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ മകരവിളക്ക് കഴിഞ്ഞാൽ തിരിച്ച് ആളുകൾക്ക് പോകാനുള്ള ബസ്സുകളുടെ എണ്ണത്തിൽ വർധനവ് വരുത്തിയിട്ടുണ്ട്. ഈ തരത്തിൽ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് വളരെ ആശാവഹവുമാണ്. അതേസമയം ഇവിടെ ഭക്തർക്കുള്ള സുരക്ഷ, അതുപോലെ അവരുടെ ഭക്ഷ്യസുരക്ഷ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലും നടപടികൾ ഉണ്ട്. ഓരോ ഹോട്ടലിലും പരിശോധന തുടരുകയാണ്. കഴിഞ്ഞ 4 ദിവസങ്ങളായി പരിശോധന തുടരുന്നുണ്ട്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലാണ് പരിശോധന തുടരുകയും ചെയ്യുന്നത്. ശരി, എന്തായാലും ശബരിമലയിൽ തിരക്ക് തുടരുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നലെ 18-ാം പടി കയറിയ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സജീവ് സി വാര്യരാണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. KPCC ഡിജിറ്റൽ മീഡിയ കൺവീനർ ഡോക്ടർ P.
സരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വീണ നായർ, സെക്രട്ടറി രഞ്ജിത്ത് രവീന്ദ്രൻ ഉൾപ്പെടെ 6 പേരാണ് പരാതിക്കാർ. അതേസമയം പ്രകടനം മോശമായ 7 പേരെ ഡിജിറ്റൽ മീഡിയ സെല്ലിലെ കോർ ടീമിൽ നിന്ന് പുറത്താക്കിയതാണ് പ്രകോപനത്തിന് കാരണമെന്നാണ് ഡോക്ടർ സരിന്റെ വിശദീകരണം. കോൺഗ്രസിന്റെ സമൂഹമാധ്യമ വിഭാഗമായ ഡിജിറ്റൽ മീഡിയ സെല്ലിൽ നിന്ന് പ്രകടനം മോശമായെന്ന കാരണം ഉന്നയിച്ചാണ് 6 പേരെ ദിവസങ്ങൾക്ക് മുമ്പ് പുറത്താക്കിയത്. ശേഷിക്കുന്ന 19 അംഗങ്ങളെ ഉൾപ്പെടുത്തി പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനും രൂപം നൽകി. അതിനിടെയാണ് കോർ ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വീണ എസ് നായർ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ് നേതൃത്വത്തിന് ഡിജിറ്റൽ മീഡിയ വിഭാഗം തലവനെതിരെ പരാതി നൽകിയത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, KPCC അധ്യക്ഷൻ K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. ഡിജിറ്റൽ മീഡിയ വിഭാഗം നൽകിയ ഉപകരാറിലെ ക്രമക്കേട് മുതൽ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ അന്വേഷിക്കണമെന്നും പരാതിയിൽ പറയുന്നു. വ്യക്തിപരമായ പ്രചാരണത്തിന് KPCC ഡിജിറ്റൽ മീഡിയ വിഭാഗത്തെ സരിൻ ഉപയോഗിച്ചുവെന്നും ആക്ഷേപമുണ്ട്. വിശദീകരണം പോലും ആവശ്യപ്പെടാതെയാണ് പുറത്താക്കിയതെന്നാണ് പരാതിക്കാരുടെ നിലപാട്. വിഷയത്തിൽ പാർട്ടി നേതൃത്വം സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. എറണാകുളം കുന്നത്തുനാട് തഹസിൽദാരുടെ ഔദ്യോഗിക വാഹനം ജപ്തി ചെയ്ത് പെരുമ്പാവൂർ സബ് കോടതി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിനായി ഭൂമി വിട്ടു നൽകിയ ഭൂ ഉടമയ്ക്ക് നഷ്ടപരിഹാര തുക പൂർണ്ണമായും നൽകാത്തതിനെ തുടർന്നാണ് നടപടി. 30 ലക്ഷത്തിലധികം രൂപയാണ് ബ്രഹ്മപുരം സ്വദേശിയായ ശിവശങ്കരന് ലഭിക്കാനുള്ളത്. ഹർജിക്കാരൻ നൽകാനുള്ള തുക കെട്ടിവെച്ചാൽ മാത്രമാണ് വാഹനം വിട്ടു നൽകുകയുള്ളൂ. ലാണ് ബ്രഹ്മപുരം സ്വദേശിയായ KN ശിവശങ്കരൻ മാലിന്യ പ്ലാന്റിന് വേണ്ടി 20 സെന്റ് ഭൂമി വിട്ടു നൽകിയത്. എന്നാൽ 6 വർഷം കഴിഞ്ഞിട്ടും ഭൂമി വിട്ടു നൽകിയതിന്റെ നഷ്ടപരിഹാര തുക മുഴുവനായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചില്ല. പിന്നീട് പണം ലഭിക്കാതെ വന്നപ്പോൾ ഇദ്ദേഹം കോടതിയെ സമീപിച്ചു. എറണാകുളം ജില്ലാ കളക്ടറും കൊച്ചി കോർപ്പറേഷനും സംസ്ഥാന സർക്കാരുമാണ് കേസിൽ എതിർകക്ഷികൾ. 30,50,000 രൂപയാണ് ശിവശങ്കറിന് ലഭിക്കാനുള്ളത്. ഈ സാഹചര്യത്തിലാണ് കേസ് പരിഗണിച്ച പെരുമ്പാവൂർ സബ് കോടതി കുന്നത്തുനാട് തഹസിൽദാരുടെ ഔദ്യോഗിക വാഹനം ജപ്തി ചെയ്യാൻ ഉത്തരവിട്ടത്. 2016 ആയപ്പോഴത്തേക്കും കോടതിയിൽ നിന്ന് വിധി വന്നു. പക്ഷേ സർക്കാർ അതിന് പൈസ കെട്ടിവെച്ചില്ല, വിധി പ്രകാരമുള്ള പൈസ കെട്ടിവെച്ചില്ല. തുടർന്ന് നമ്മൾ 2017 എക്സിക്യൂഷൻ നടപടികൾ ആരംഭിച്ചു, വിധി നടപ്പാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അന്നേരവും പൈസ കിട്ടിയില്ല. പക്ഷേ ഇതിനുശേഷം സർക്കാർ വാഹനം ജപ്തി ചെയ്തതിനെ തുടർന്ന് 50% പൈസ, ഏതാണ്ട് 30 ലക്ഷം രൂപയോളം വരുന്ന പൈസ കെട്ടിവെച്ചു. ജപ്തി ചെയ്ത വാഹനം പെരുമ്പാവൂർ കോടതി വളപ്പിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഹർജിക്കാരന് നൽകാനുള്ള തുക കെട്ടിവെച്ചാൽ മാത്രമാണ് വാഹനം വിട്ടു നൽകുകയുള്ളൂ. ന്യൂസ് 18 കൊച്ചി. തമിഴ്നാട്ടിൽ സർക്കാർ ബസ് ജീവനക്കാർ പ്രഖ്യാപിച്ച പണിമുടക്ക് പുരോഗമിക്കുന്നു. പൊങ്കൽ അവധി തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് സർക്കാർ ബസ് ജീവനക്കാർ പണിമുടക്കിലേക്ക് നീങ്ങിയത്. CITU അടക്കം 20-ലേറെ യൂണിയനുകൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നു. ഗതാഗത മന്ത്രിയുമായി നടത്തിയ 3ാം വട്ട ചർച്ചയും പരാജയപ്പെട്ടതോടുകൂടിയാണ് യൂണിയനുകൾ പണിമുടക്കിലേക്ക് നീങ്ങിയത്. ദീർഘദൂര ബസ്സുകളും സർവീസ് നടത്തുന്നില്ല. ഇതിനോടകം പുറപ്പെട്ട ബസ്സുകൾ യാത്രക്കാരെ ഇറക്കിയ ശേഷം സ്റ്റാൻഡുകളിൽ തുടരുമെന്നും സമരക്കാർ പറഞ്ഞു. അതേസമയം പണിമുടക്ക് യാത്രക്കാരെ ബാധിക്കില്ല എന്നും പല യൂണിയനുകളും സർവീസ് നടത്താൻ തയ്യാറാണെന്നും ഗതാഗത മന്ത്രി പ്രതികരിച്ചു. സമരക്കാർ മുന്നോട്ട് വെച്ച 6 ആവശ്യങ്ങളിൽ 2 എണ്ണം അംഗീകരിച്ചതാണെന്നും ബാക്കി പൊങ്കലിന് ശേഷം പരിഗണിക്കാമെന്ന് അറിയിച്ചതായും മന്ത്രി പ്രതികരിച്ചു. കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്ത് അംഗം പാർട്ട് ടൈം ലൈബ്രറി നിയമനത്തിന് കോഴ ആവശ്യപ്പെട്ട ഫോൺ സംഭാഷണം പുറത്തുവന്ന സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഇന്നലെ നടന്ന ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച ഇടത് മെമ്പർമാർ ഭരണസമിതി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. ഇടത് മുന്നണിയും ഡിവൈഎഫ്ഐയും പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ഡിവൈഎഫ്ഐ മാർച്ചും അടുത്ത ചൊവ്വാഴ്ച ഇടത് മുന്നണി മാർച്ചും നടക്കും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടന്ന നിയമനത്തിന് വരെ കോഴ ചോദിക്കുന്ന അവസ്ഥയാണെന്ന് CPM നേതാവ് ജോണി എടശ്ശേരി പറഞ്ഞു. ഈ വിഷയത്തിൽ പാർട്ടി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. UDFന്റെ തനിനിറം ജനങ്ങൾക്ക് മുൻപിൽ തുറന്നുകാട്ടുമെന്നും ഭരണസമിതി രാജിവെച്ച് പുറത്തു പോകണമെന്നും ജോണി എടശ്ശേരി ആവശ്യപ്പെട്ടു. പഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡന്റും 7ാം വാർഡ് മെമ്പറും അതേപോലെ തന്നെ മുൻ മണ്ഡലം പ്രസിഡന്റുമായിരുന്ന
കരീം പഴങ്കലിൻ്റെ വോയിസ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ വോയിസിൽ പറയുന്നത് തന്നെ അവിടെ നിയമനം നടത്തുന്നതിനെല്ലാം ഞങ്ങൾ വലിയ തുക വാങ്ങാറുണ്ട് എന്നാണ്. ഇപ്പോൾ സാംസ്കാരിക നിലയത്തിലെ പാർട്ട് ടൈം ലൈബ്രറിയൻ്റെ നിയമനത്തിന് വേണ്ടിയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അത് എംപ്ലോയ്മെൻറ്റ് വഴിയാണ് അതിൻ്റെ ലിസ്റ്റ് വാങ്ങിയതെന്നാണ്. എംപ്ലോയ്മെൻറ്റ് വഴി നിയമനം നടത്തുന്നതിന് പോലും കോഴ വാങ്ങുന്നുവെന്ന് പരസ്യമായിട്ട് അവർ സമ്മതിക്കുകയാണ്. അതിൻ്റെ തെളിവാണ് പുറത്തു വന്നത്. അതുകൊണ്ട് ഇത് ആർക്കും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. മറ്റ് പല കാര്യങ്ങളിലും അത് നിഷേധിച്ച് രക്ഷപ്പെടാറുണ്ടെങ്കിലും ഈ കാര്യത്തിൽ വളരെ വ്യക്തമായി പച്ചയായി തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ കാര്യത്തിൽ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ UDFൻ്റെ ഈ തനിനിറം, അവരുടെ ഈ തനിനിറം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. UDFൻ്റെ നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഇക്കാര്യത്തിൽ മറുപടി പറയണം. ഈ ഭരണസമിതി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഈ കൊടിയത്തൂർ പഞ്ചായത്തിൻ്റെ UDF ഭരണസമിതി രാജിവെക്കുകയാണ് വേണ്ടത്. രാജിവെച്ച് മാതൃക കാണിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി അതിശക്തമായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തുടർ ദിവസങ്ങളിൽ നടക്കും. ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യാൻ തയ്യാറല്ല. ജനങ്ങളുടെ മുമ്പിൽ ഇവരുടെ മുഖം തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. കളിക്കാരനായും പരിശീലകനായും ജർമ്മനിക്ക് ലോകകപ്പ് ഫുട്ബോൾ കിരീടം സമ്മാനിച്ച ഇതിഹാസ താരം ഫ്രാൻസ് ബെക്കൻ ബോവർ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ഞായറാഴ്ച രാത്രി ഉറക്കത്തിനിടെയുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് കുടുംബാംഗങ്ങൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ലോകത്തിലെ എക്കാലത്തെയും മികച്ച ഫുട്ബോൾ കളിക്കാരിൽ ഒരാളായി അറിയപ്പെടുന്ന ബെക്കൻ ബോവർ ലോകകപ്പ് ജേതാവ് കൂടിയാണ്. ഡർ കൈസർ എന്ന് വിളിപ്പേരുള്ള ബെക്കൻ ബോവർ 1974 ലോകകപ്പ് നേടിയ പശ്ചിമ ജർമ്മനി ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു. പരിശീലകൻ എന്ന നിലയിലും ലോക കിരീടം നേടാൻ ബെക്കൻ ബോവറിന് സാധിച്ചിരുന്നു. പശ്ചിമ ജർമ്മനിക്ക് വേണ്ടി 103 മത്സരങ്ങൾ കളിച്ച ബെക്കൻ ബോവർ 3 ലോകകപ്പുകളിൽ ദേശീയ കുപ്പായം അണിഞ്ഞു. ടീം മാനേജർ എന്ന നിലയിലും ബെക്കൻ ബോവർ ലോകകപ്പ് നേടിക്കൊടുത്തു. ബയേൺ മ്യൂണിക്കിന് യുവേഫ കപ്പും 3 യൂറോപ്യൻ കപ്പും നേടിക്കൊടുത്ത താരമാണ് അദ്ദേഹം. ഫിഫയുടെ എക്കാലത്തെ മികച്ച 100 കളിക്കാരുടെ പട്ടികയിലും അദ്ദേഹം ഇടം പിടിച്ച താരം കൂടിയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ. സെക്രട്ടേറിയറ്റ് മാർച്ചിലെ അക്രമവുമായി ബന്ധപ്പെട്ടാണ് നടപടി. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഡാൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഏറെ വിവാദമായ സെക്രട്ടേറിയറ്റ് മാർച്ചായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നവകേരള സദസ്സിനിടെയുണ്ടായ പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നടന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ ആ മാർച്ചിൽ പോലീസുകാർക്കടക്കം പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു പശ്ചാത്തലമായിരുന്നു അന്നുണ്ടായത്. അന്ന് ഉണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നേരത്തെ മുതിർന്ന നേതാക്കളെ അടക്കം പ്രതി ചേർത്ത് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടോൺമെന്റ് പോലീസ് പത്തനംതിട്ടയിൽ നിന്ന് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ കടുപ്പിക്കുകയാണ്. അന്ന് തന്നെ നിരവധി ആളുകളെ, അതായത് ഈ അക്രമത്തിൽ നേരിട്ട് ഉൾപ്പെട്ടു എന്ന് പറഞ്ഞ് നിരവധി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും പ്രതിപക്ഷ നേതാവ് അടക്കം ഇടപെട്ടുകൊണ്ടായിരുന്നു അവരുടെ അറസ്റ്റ് തടയുന്ന സാഹചര്യമുണ്ടായത്. അത്തരത്തിൽ വലിയ പോലീസും പ്രവർത്തകരും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ കടുപ്പിക്കുന്ന തരത്തിലേക്ക് പോലീസ് കടക്കുന്നത്. പത്തനംതിട്ടയിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വസതിയിൽ നിന്നാണ് രാഹുലിനെ കണ്ടോൺമെന്റ് പോലീസ് അല്പസമയം മുമ്പ് അറസ്റ്റ് ചെയ്തത് എന്ന സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഭവ്യ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ. സെക്രട്ടേറിയറ്റ് മാർച്ചിലെ അക്രമങ്ങളുമായി ബന്ധപ്പെട്ടാണ് നടപടിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് എന്താണ് കോൺഗ്രസ് പ്രതികരിക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടോ? സ്വാഭാവികമായും രാഷ്ട്രീയ പ്രതികരണമായി തന്നെ ഇത് മാറും. കാരണം രാഷ്ട്രീയമായി ഈ നടപടികളെ നേരിടാനുള്ള ഒരു നീക്കമായിരിക്കും പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുക. കേരളം മുഴുവൻ നവകേരള സദസ്സിന് ബദലായി പ്രചരണ ജാഥകളുമായി കോൺഗ്രസ് മുമ്പോട്ട് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതിനിടെയാണ് പാർട്ടിയുടെ യുവജന സംഘടനയുടെ അധ്യക്ഷനെ ഈ പാർട്ടി പരിപാടിയുടെ പേരിൽ അല്ലെങ്കിൽ ഈ സർക്കാരിനെതിരായി സമരം ചെയ്തതിന്റെ പേരിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായി അത് രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി ഉറപ്പായും പ്രതിപക്ഷം മാറ്റും. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളൊക്കെ വരുമെന്ന് ഉറപ്പാണ്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും പ്രതിഷേധം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. എന്തായാലും കടുത്ത ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. കാരണം ഈ പ്രതിഷേധ സമരം നടന്ന ഇത്രയധികം ദിവസത്തിന് ശേഷം സംസ്ഥാന അധ്യക്ഷൻ അറസ്റ്റിലാകുമ്പോൾ അത്
പെട്ടെന്നുള്ള ഒരു നടപടിയല്ല, അല്ലെങ്കിൽ കൃത്യമായ ആസൂത്രണത്തോടെ തന്നെയാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തുന്നത്. അത് ഒരുപക്ഷെ ഇപ്പോൾ റിജിൽ മാങ്കൂട്ടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ ദയവായി തുടരുക. ശ്രീ റിജിൽ മാങ്കൂട്ടി, എന്തായാലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. താങ്കൾ ഏത് തരത്തിൽ ഈ വാർത്തയോട് പ്രതികരിക്കുന്നു? ഇത് പിണറായി സർക്കാർ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്നാണ് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അറസ്റ്റ് കൊണ്ടൊന്നും ഭയപ്പെട്ടു പോകുന്ന പ്രസ്ഥാനമല്ല യൂത്ത് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഷ്ട്രീയപരമായിട്ടാണ് തീർച്ചയായും ഈ ഒരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാണ്. ഇപ്പൊ അദ്ദേഹത്തെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഒരു സമരം നടത്തിയതിന്റെ പേരിലാണ്, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി തെരുവിൽ കിടന്ന സമരം നടത്തിയതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്, ഏകാധിപത്യമാണ്, പിണറായി വിജയൻ ധിക്കാരമാണ്, ധാർഷ്ട്യമാണ്. ഇതിനെതിരെ ശക്തമായ രൂപത്തിലുള്ള പ്രതികരണം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിനെ സംബന്ധിച്ച് ഒരു തർക്കമില്ല. ഈ യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് കഴിഞ്ഞ ദിവസങ്ങളായതിനു ശേഷമുള്ള ഈ ഒരു അറസ്റ്റിനെ ഏത് തരത്തിൽ നോക്കിക്കാണുന്നു? കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായി എന്നാണോ നിങ്ങൾ ആരോപിക്കുന്നത്? തീർച്ചയായും ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് സഹപ്രവർത്തകരും അതുമായി ബന്ധപ്പെട്ട് അന്ന് അറസ്റ്റ് ചെയ്ത് അവർ ജയിലിൽ കിടന്നു, അവർക്ക് ജാമ്യം കിട്ടി അവർ പുറത്തിറങ്ങിയതിന് ശേഷമാണ്. ആ ഘട്ടത്തിലെല്ലാം രാഹുൽ തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ട്. പക്ഷെ ഇത് വളരെ കൃത്യമായ ഗൂഢാലോചന, പിണറായി സർക്കാരിനെതിരായി നിരന്തരമായിട്ടുള്ള പ്രതികരണവും അതോടൊപ്പം തന്നെ യുവജന രാഷ്ട്രീയ രംഗത്ത് ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു യുവജന നേതാവാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പൊ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് വായടപ്പിക്കാമെന്നാണ് പിണറായി വിജയൻ കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹം തെറ്റിപ്പോവും. കാരണം അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിനും തെറ്റിപ്പോവും. ഈ പോലീസ് ഉൾപ്പെടെ പ്രത്യേകിച്ച് ഈ നാട്ടിനകത്ത് ഇത്തരം ഒരു സംസ്ഥാന അധ്യക്ഷനെ തന്നെ കസ്റ്റഡിയിലെടുത്ത് മുന്നോട്ട് പോകുന്നതിന്റെ ലക്ഷ്യം വളരെ കൃത്യമായി നമുക്കറിയാൻ സാധിക്കും. ഈ സമരത്തിനോടും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പ്രതികരണം നടത്തുന്നവരെയും ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരൊക്കെ മിണ്ടാതെ വീട്ടിലിരിക്കും എന്നുള്ള ധാരണയാവാം. പക്ഷെ അതൊക്കെ തന്നെ വെറും മിഥ്യാധാരണയാണ്. ശക്തമായ രൂപത്തിൽ രാഹുലിനെ സംബന്ധിച്ചോളം ജയിലൊന്നും വലിയ പുത്തരിയല്ല. നിരന്തരമായ സമര പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് ഈ കേരളത്തിലെ യുവജന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ശക്തമായി കടന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് ഈ അറസ്റ്റ് കൊണ്ടൊന്നും അങ്ങനെ ഭയപ്പെട്ടു പോകുന്നില്ല എന്ന് ആഭ്യന്തര വകുപ്പ് പിണറായി വിജയന് വേണ്ടി കുടലുകുത്തുന്ന പോലീസുകാരും മനസ്സിലാക്കണം എന്നതാണ് പറയാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ റിജിൽ മാങ്കൂട്ടി ഒരു അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാലയോട് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് മാർച്ചിലെ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട നടപടി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മാർച്ച് കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷമുള്ള ഈ അറസ്റ്റിനെ എങ്ങനെ നോക്കിക്കാണുന്നു, എന്താണ് പറയാനുള്ളത്? സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്തരത്തിൽ മാർച്ച് നടത്തുക അല്ലെങ്കിൽ മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ മാർച്ച് നടത്തുക വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ പലപ്പോഴും ചെയ്യാറുള്ളതാണ്. അതിൽ ആ മാർച്ചിൽ സംഘർഷമുണ്ടായാൽ സംഘർഷം ഉണ്ടാകുന്നവരെയല്ല നേതൃത്വത്തിനെതിരെയാണ് കേസെടുക്കാറുള്ളതെന്നും യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇവിടെ ആ കേസെടുത്തതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ തെരഞ്ഞു പിടിച്ച് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ 48 കേസുണ്ട് എന്ന് നമ്മളാരുമല്ല പറഞ്ഞത്. സംസ്ഥാനത്തിന്റെ ഭരണത്തലവനായ ഗവർണർ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ആശ്രയ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്നില്ല? എത്രയോ DYFI നേതാക്കന്മാരുടെ പേരിൽ എന്തുമാത്രം കേസുണ്ട്? ഈ സംഭവത്തിന് ഈ ഇൻസിഡന്റ് ഉണ്ടാകുന്നതിന് മുമ്പ് എത്രയോ തവണ സെക്രട്ടറിയുടെ മുന്നിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രതികളെ ആരെയും അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പർട്ടിക്കുലറായിട്ട്? അപ്പോ ഇവിടെ രാഷ്ട്രീയമായി പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ്. ഇതുകൊണ്ടൊന്നും ഇത് അവസാനിക്കാൻ പോകുന്നില്ല. ഇത് തീർച്ചയായിട്ടും അവലോകിക്കേണ്ടത് തന്നെയാണ്. ഈ നവകേരള സദസ്സ് നടന്ന സമയത്ത് കേരളത്തിന്റെ ക്രമസമാധാന ചുമതല DYFI ഏറ്റെടുത്തൊരു സാഹചര്യമടക്കം നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഉണ്ടാവാത്ത ഒരു നടപടിയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെതിരെ ഉണ്ടായത് എന്നാണോ താങ്കൾ കരുതുന്നത്? ഞാൻ പറഞ്ഞത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ ആ സമരത്തിന് നേതൃത്വം നൽകി എന്നതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ സംസ്ഥാനത്ത് അറസ്റ്റ് ചെയ്യപ്പെടേണ്ട എത്രത്തോളം ആളുകൾ ഉണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ എല്ലാ നേതാക്കന്മാരുടെ പേരിലും നിരവധി കേസുകളുണ്ട്. അവരെയൊക്കെ അറസ്റ്റ് ചെയ്യട്ടെ ആദ്യം. അവരെയൊക്കെ അറസ്റ്റ് ചെയ്യണ്ടില്ല. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം മാത്രം? അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് വ്യക്തിവിരോധം തീർക്കാനുള്ള അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണ ശേഷി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഒക്കെ സർക്കാരിനെ വല്ലാതെ ഭയപ്പെടുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് കൃത്യമായൊരു ഇടപെടൽ ആരുടെയൊക്കെയോ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണോ? പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ അർദ്ധരാത്രിയിൽ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, PCC ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിനെ തുടർന്ന് തന്നെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ശരി, വളരെയധികം നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല.
ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചു തരാം. എന്നാലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നു. പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്നാണ് കന്റോൺമെന്റ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, കൃത്യമായി കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഇതൊരു ആസൂത്രണമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവിനെ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ സർക്കാർ ഭയപ്പെടുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അറസ്റ്റ്. ആ സമരത്തിൽ പങ്കെടുത്ത ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്തു? അതും അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി പാതിരാത്രിക്ക് അറസ്റ്റ് ചെയ്തു. അത് ഏത് തരത്തിലുള്ള നടപടിയാണെന്നുള്ള ചോദ്യങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. ഭവ്യ, ഒരു കാര്യം ഉറപ്പാണ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. സ്വാഭാവികമായും അന്ന് സമാനതകളില്ലാത്ത പ്രതിഷേധമായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. സെക്രട്ടേറിയറ്റിലെ സുരക്ഷാ ജീവനക്കാർക്ക് അടക്കം അന്ന് യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടയിൽ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കന്റോൺമെന്റ് SI ദിൽജിത്തിന് ശാരീരികം ഈ മുഖത്ത് പരിക്കേറ്റു. അല്ലെങ്കിൽ അത്തരത്തിൽ ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുകയും പോലീസിന് നേരെ വലിയ കല്ലുകൾ വലിച്ചെറിയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് ഡാൻ, ദയവായി തുടരുക. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രശ്നത്തിന് വേണ്ടിയും അല്ലെങ്കിൽ സാമൂഹികമായ ഒരു കാര്യത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൽ ഒരു പ്രധാനപ്പെട്ട യുവജന പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത് സാധാരണഗതിയിൽ കേരളത്തിൽ ഉണ്ടാകാറില്ല. ഇത് അറസ്റ്റ് ചെയ്യണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി അവർ ചെയ്യുന്നത് തന്നെയാണ് എന്നതാണ് എന്റെ വിശ്വാസം. സമരം നടത്താനുള്ള അവകാശമില്ലേ, വിയോജിക്കാനുള്ള അവകാശമില്ലേ, അതെല്ലാം ഭരണഘടനാ ദത്തമല്ലേ? അപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തിയെങ്കിൽ ഈ കേരള സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എത്രയോ ആയിരക്കണക്കിന് നേതാക്കന്മാർ സമരം നടത്തിയിട്ടുണ്ട്. അതിലൊന്നുമില്ലാത്തൊരു പ്രത്യേകത രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമായിട്ടെങ്കിലേ ഉണ്ടായത്. അപ്പൊ സ്വാഭാവികമായി ഇത് അറസ്റ്റ് ചെയ്യാൻ നേരത്തെ തന്നെ തീരുമാനമെടുത്ത് അടിച്ചമർത്തൽ നടപടികളുടെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. പൗരാവകാശങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി, പ്രതിഷേധിക്കുന്നവരെ വിരട്ടി നിർത്തുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നടപടിയെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അതിനെ എല്ലാ അർത്ഥത്തിലും എതിർക്കുക തന്നെ ചെയ്യും. ഈ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടന്നിട്ട് ദിവസങ്ങളായി, അതിനുശേഷം ഇത്ര ദിവസങ്ങൾക്ക് ശേഷമുള്ള ഈ ഒരു അറസ്റ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ കൊണ്ടായിരിക്കുമോ? അതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, നമ്മളുടെ സംസ്ഥാനത്തെ ഒരു പൊതുകാര്യം, ഒരു രാഷ്ട്രീയ സമരം, ആ രാഷ്ട്രീയ സമരത്തിന് യുവജന പ്രസ്ഥാനം മുന്നിട്ടിറങ്ങുന്നു. അതിന്റെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ അറസ്റ്റ് ചെയ്ത് അകത്ത് വെക്കണമെന്ന് പറഞ്ഞാൽ അടിച്ചമർത്തൽ സമരത്തിന്റെ ഒരു നടപടിയുടെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ജനാധിപത്യത്തിൽ അടിച്ചമർത്തിക്കൊണ്ട് ആർക്കെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുമോ? ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ തിരുവഞ്ചൂർ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശബരിനാഥ് കൂടി നമുക്കൊപ്പം ചേർന്നുണ്ട്. ശ്രീ ശബരിനാഥൻ, രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, ഇത് ഈ സർക്കാരിന്റെ ഏറ്റവും മോശപ്പെട്ട നയങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. നമ്മൾ ഈ നോർത്ത് കൊറിയയിലെ കാണുന്നത് പോലെ അവർക്കെതിരെ പ്രതികരിക്കുന്ന ആളുകളെ അകാരണമായി അറസ്റ്റ് ചെയ്ത് കൊണ്ടിടുക എന്നുള്ള കേരള സർക്കാരിന്റെ പിണറായിയുടെ അതേ തന്ത്രം തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ രാഷ്ട്രീയ വിഷയത്തിൽ, പൊതുവിഷയത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ തുടർച്ചയായിട്ടുള്ള സമരങ്ങൾ ഉണ്ടായിരുന്നു. ആ സമരത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഏകദേശം 40ഓളം യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ഏകദേശം 18-19 ദിവസം റിമാൻഡിൽ കിടന്ന് കഴിഞ്ഞ ദിവസമാണ് ആ സഹപ്രവർത്തകർ, പെൺകുട്ടികൾ അടക്കമുള്ളവർ, അവർക്ക് ബെയിൽ കിട്ടി വെളിയിൽ വന്നത്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിയിരിക്കുക. അത് എങ്ങോട്ടാണ് ഈ കേരളം പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ആരെയൊക്കെ അറസ്റ്റ് ചെയ്താലും എന്തൊക്കെ ചെയ്താലും യൂത്ത് കോൺഗ്രസും പാർട്ടിയും അതിന്റെ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല. എല്ലാ തരത്തിലുള്ള നിയമസംരക്ഷണവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുലിന് കോൺഗ്രസും പാർട്ടിയും നൽകുന്നതായിരിക്കും. എന്തായാലും ഒരു അറസ്റ്റ് കൊണ്ട് തളരുന്ന ആളുകളല്ല യൂത്ത് കോൺഗ്രസ് എന്നുള്ള കഴിഞ്ഞ കാലത്തെ സമരങ്ങളിലൂടെ കണ്ടതാണ്. കൂടുതൽ ശക്തമായി തന്നെ നമ്മൾ നിയമസംരക്ഷണമായി തന്നെ മുന്നോട്ട് പോകും. ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനെ തന്നെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ ഇനിയുള്ള കോൺഗ്രസിന്റെ നടപടികൾ, യൂത്ത് കോൺഗ്രസിന്റെ നടപടികൾ ഏത് തരത്തിലായിരിക്കും? പ്രതിഷേധത്തിനുള്ള സാധ്യത നിയമപരമായിട്ട് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക തന്നെ ചെയ്യും. അത് മാത്രമല്ല, അതിനുള്ള കാരണവും എന്ത് കാരണത്തിലാണ് അറസ്റ്റ്, അദ്ദേഹം വളരെ ശക്തമായ തന്നെ പൊതുപ്രവർത്തനങ്ങൾ നടത്തിപ്പോകുന്ന ഒരാളാണ്. അതുപോലെ ചോദ്യം ചെയ്യാനാണെങ്കിൽ ഇന്നലെ തന്നെ വിളിക്കാമായിരുന്നു. ഇന്നലെ കൊല്ലമടക്കമുള്ള സ്ഥലങ്ങളിൽ വളരെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. വളരെ ആക്റ്റീവായിട്ട് എല്ലാ ദിവസവും കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും പോകുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ കേരളത്തിൽ പോലീസിനും കേരള സർക്കാരിനും മുന്നോട്ട് പോകാൻ കഴിയില്ല. ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകും. ആ പ്രതിഷേധത്തോടൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള സംരക്ഷണങ്ങൾ നമ്മൾ നൽകുകയും ചെയ്യും.
ശരി, വളരെയധികം നന്ദി ശ്രീ ശബരിനാഥൻ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്നാണ് കന്റോൺമെന്റ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്താനുള്ള തീരുമാനമാണ് സർക്കാരിൻ്റെതെന്നാണ് ഇപ്പോൾ പ്രതികരിച്ച കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം പറയുന്നത്. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. പ്രഭാത കേരളത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ ഇതേ സമയം വീണ്ടും കാണാം. നമസ്കാരം. ഈ പരിപാടി